ഹലോ എവരിവൺ. പലരും പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബ്രോന്റെ ബൈക്ക് കളക്ഷൻ ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, സ്വന്തമായിട്ടൊരു മോട്ടോർ സൈക്കിളോ സ്കൂട്ടറോ നല്ലൊരു സൈക്കിൾ പോലും എൻ്റെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ സ്വന്തമായിട്ട് ബൈക്ക് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ ജോലിക്ക് പോകുന്നത്, ആ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബൈക്ക് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് കമ്പനി തന്നെ തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ പാഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ പപ്പയിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആള് പണ്ട് ഒരു RX100 ഒരു SD 175 ഒക്കെ ഓടിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ചെറുതായിട്ട് ത്രോട്ടിലൊക്കെ കൊടുത്തിട്ട് ആണ് എൻ്റെ ഒരു ചെറിയൊരു ചൈൽഡ്ഹുഡിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് കോളേജ് കാലഘട്ടത്തൊക്കെ എൻ്റെ കോളേജിലുള്ള ഫ്രണ്ട്സൊക്കെയാണ് എന്നെ അവരുടെ ബൈക്കൊക്കെ എൻ്റെ സ്വന്തം ബൈക്ക് പോലെ എനിക്ക് തന്നിരുന്നു. കോളേജിൽ മാത്രമല്ല, എൻ്റെ നാട്ടിലും അതുപോലുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. പിന്നീട് അങ്ങോട്ട് ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ പലതരത്തിലുള്ള ബൈക്ക് ഓടിക്കാനും ഫീൽ ചെയ്യാനും, ഇനി ജീവിതത്തിൽ ചിലപ്പോൾ ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത പോലത്തെ ബൈക്കൊക്കെ കാണാനും ഓടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗ്യം അനുഗ്രഹമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും ബൈക്ക് വരാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചേട്ടന്മാരാണ്. ചേട്ടന്മാരുടെ കയ്യിൽ ബൈക്ക് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാര്, ഫ്രണ്ട്സിന്റെ ചേട്ടന്മാരുടെ ബൈക്കൊക്കെ എൻ്റെ കയ്യിലാണ് ചിലപ്പോൾ നോക്കാനും കെയർ ചെയ്യാനൊക്കെ ആയിട്ട് തരിക. സോ അങ്ങനെയുള്ള ബൈക്കും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബൈക്കിന് യാതൊരു ക്ഷാമവും എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് പാഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് എനിക്ക് ഇതില്ല എന്നൊക്കെ ചിന്തയിൽ പാഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പാഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് അതൊക്കെ ദൈവം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും. അത് കൺഫേം ആണ്. സോ ഫൈറ്റ് ഫോർ യുവർ ഡ്രീംസ്. ചാ.